വയനാട് ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ആദ്യഘട്ട കൈമാറ്റം ഇന്ന്. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വയനാട് MP പ്രിയങ്ക ഗാന്ധി മുഖ്യാതിഥിയാകും. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ആദ്യഘട്ട കൈമാറ്റം. നിർമ്മാണം പൂർത്തിയാക്കിയ 51 വീടുകൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് കൈമാറും. ആകെ 105 വീടുകളാണ് ലീഗ് ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു നൽകുക. ആദ്യഘട്ടത്തിൽ കൈമാറുന്ന വീടുകളുടെ പണികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. കൈമാറുന്ന വീടുകളിൽ അപ്പോൾ തന്നെ താമസം ആരംഭിക്കാവുന്ന രീതിയിലാണ് പണികൾ പൂർത്തിയാക്കിയിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ പറഞ്ഞു. അത്യാധുനിക രീതിയിലാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും പെയിൻറ്റിംഗ് ആണെങ്കിലും എല്ലാം ഡിസൈൻ ചെയ്ത് മുറ്റത്താണെങ്കിൽ പ്ലാന്റ് അടക്കം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വീട് കൈമാറുന്നത്. അപ്പം ഈ വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് കയറി താമസിച്ചാൽ മാത്രം മതി. ഫർണിച്ചറുകളാണെങ്കിലും 3 ബെഡ്റൂമിലേക്ക് 3 കട്ടിലുകളും ഒരു സോഫ സെറ്റിയും ഒരേ മോഡലിലുള്ളത് ഞങ്ങൾ ഫർണിച്ചർ അടക്കം കൊടുത്തുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് താമസിക്കാൻ ഞങ്ങൾ സ്വീകരിക്കുന്നത്. ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകൾ കാണാൻ നിരവധി പ്രവർത്തകരാണ് പലയിടങ്ങളിൽ നിന്നായി എത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു എക്സൈറ്റഡ് മൊമെന്റ് ആണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്ര ദൂരം യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു പദ്ധതി സ്ഥലത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ദുരന്തം നടന്ന അന്നു മുതൽ ഒരുപാട് തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് ലീഗ് അവിടെ നടത്തിയിട്ടുള്ളത്. ഇവിടെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളൊക്കെ എടുത്തു പറയേണ്ടതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രീം പ്രൊജക്റ്റ് തന്നെയാണ് ഇത്. എന്തായാലും നല്ല എല്ലാ അത്യാധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള വീടുകളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. എല്ലാവരും വലിയ സന്തോഷമുണ്ട്. 8 സെന്റിൽ 1060 സ്ക്വയർ ഫീറ്റിലാണ് വീടുകളുടെ നിർമ്മാണം. 3 കിടപ്പുമുറികളും 2 അറ്റാച്ച്ഡ് ശുചിമുറികളടക്കം വലിയ സൗകര്യങ്ങൾ വീടുകളിൽ ഒരുക്കിയിട്ടുണ്ട്. വീടുകളിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും ലീഗ് നൽകും. മേപ്പാടിക്ക് സമീപം വള്ളിത്തോട് 11.5 ഏക്കർ സ്ഥലത്താണ് ദുരന്തബാധിതർക്കായി ലീഗ് വീടുകൾ ഒരുക്കുന്നത്. ന്യൂസ് മലയാളം, വയനാട്.